കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി അഭിനയരംഗത്തെത്തുകയും രേണുവിന്റെ വീഡിയോകളും റീൽസുകളും വൈറലാകുകയും ചെയ്തു. ഇതോടെ ചിലരെല്ലാം അമ്പരന്നു. സുധിയുടെ മരണശേഷം രേണു സുധി വീടും സ്വത്തും സ്വന്തമാക്കിയെന്നും ഇപ്പോൾ എല്ലാം മറന്ന് ജീവിക്കുകയാണെന്നും പലരും അധിക്ഷേപിച്ചു. സുധിയുടെ ഓർമ്മയ്ക്കായി വീട് പണിഞ്ഞവർക്കെതിരെയും സഹായിച്ചവർക്കെതിരെയും നെഗറ്റീവ് കമന്റുകൾ നിറഞ്ഞു. കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിക്ക് വീട് പണിഞ്ഞു നൽകിയത്. ഇതിന്റെ അഡ്മിനായ ഫിറോസ് ആണ് ഇപ്പോൾ സുധിക്ക് നൽകിയ സ്വത്തിനെക്കുറിച്ചുള്ള ആ വിവരം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയത്. മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് മാത്രമാണ് ബിഷപ്പ് നൽകിയ സ്ഥലത്തിനും എല്ലാവരും ചേർന്ന് നൽകിയ വീടിനും അവകാശം ഉള്ളതെന്ന് ഫിറോസ് വ്യക്തമാക്കുന്നു. ആ വീടും സ്ഥലവും 15 വർഷത്തേക്ക് വിൽക്കാനോ കൈമാറാനോ സാധിക്കുകയുമില്ല. ഇക്കാര്യം ആധാരത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഞങ്ങൾ നൽകിയ വീടിന്റെ പരിപൂർണ അവകാശികൾ അദ്ദേഹത്തിന്റെ 2 മക്കൾ മാത്രമാണ്. മറ്റാർക്കും ആ വീടിനോ സ്വത്തിനോ ഒരു അവകാശവുമില്ല. ആ കുട്ടികളെ ആരും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന ആശങ്ക ആർക്കും വേണ്ട, ഫിറോസ് കുറിച്ചു. നെഗറ്റീവ് കമന്റുകളുമായി രംഗത്തെത്തിയ സദാചാരക്കാർക്കെതിരെയും രേണുവിനെ പിന്തുണച്ചും ഇപ്പോൾ ധാരാളം പേർ കമന്റ് ചെയ്യുന്നുമുണ്ട്. ഈ വാർത്ത ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.